രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നായി കൃഷ്ണ വേണു പാടി ഇഷ്ടമെന്നോടേറെ എന്നായി മന്ത്ര വേണുവോതി ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം മന്ദഹാസ പുഷ്പം ചൂടും സാന്ദ്ര ചുംബനമേകും സുന്ദരാംഗരാഗം തേടും ഹൃദയഗീതം മൂളും മന്ദമന്ദമെന്നെ പുൽകും ഭാവഗാനം പോലെ ശാരദേന്ദു പൂക്കും രാവിൽ സോമതീരം പോകും ആടുവാൻ മറന്നുപോയ പൊന്മയൂരമാകും പാടുവാൻ മറന്നുപോയ ഇന്ദ്രവീണയാകും ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം ഗരേ സാ സരി നീ ദ പ മപനി സ ഗരേ സാ സരി നീ ദ പ മപനി സ തകിട 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 തകദിമി 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 എന്റെ മോഹ കഞ്ചുകങ്ങൾ അഴിഞ്ഞൂർന്നു വീഴും കൃഷ്ണ നിൻ വനമാലയായി ഞാൻ ചേർന്നു ചേർന്നുടങ്ങും എന്റെ രാവിൻ മായാലോകം സ്നേഹലോലമാകും എന്റെ മൗനമഞ്ജീരങ്ങൾ വികാരാർദ്രമാകും എന്നെ മാത്രം ആരു വന്നുണർത്തി എന്നെ മാത്രം ആരു വന്നുണർത്തി ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നായി കൃഷ്ണ വേണു പാടി ഇഷ്ടമെന്നോടേറെ എന്നായി മന്ത്ര വേണുവോതി ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. അർജു എന്തോ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ ബ്യൂട്ടിഫുൾ സോങ്. സിനിമയും ബ്യൂട്ടിഫുൾ, പാട്ടും ബ്യൂട്ടിഫുൾ. എങ്ങനെ ഉണ്ടായി? കുറച്ച് ടഫായിരുന്നോ? എന്ത് പറ്റി? തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അല്ലാതെ ഇത് പാടി ഒപ്പിക്കാത്ത പാട് കിട്ടും. ശബ്ദം മാറുന്ന ആ ഒരു ടൈമിന്റെ ആയിരിക്കും അല്ലേ? ഓക്കെ, നമുക്ക് ചോദിക്കാം. ചേട്ടാ മോനെ, എന്തോ ഇന്ന് മോന്റെ ദിവസം ആയിരുന്നോ ചക്കരെ? എന്ത് തോന്നി? പാട്ടിച്ചിരി ടഫ് പാട്ടാണ് അല്ലേ? ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ്. പാട്ടിച്ചിരി ഘനമാണ്. ഘനമാണ്. അത് എടുത്തത് മോന് എൻ്റെ ധൈര്യം അപാരം തന്നെ കേട്ടോ, സമ്മതിച്ചിരിക്കുന്നു. കാരണം അത് നന്നായി പഠിച്ച് നന്നായി പാടിയിട്ടുണ്ട്. പക്ഷെ മോന് ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു 3-4 മിനിറ്റ് മോൻ്റെ ബെസ്റ്റ് ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിലോട്ട് പോകണില്ല. ഈ തൊണ്ട പോയാൽ തന്നെ നമ്മളുടെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വെള്ളി അടിക്കിടയ്ക്ക് ചിലപ്പോൾ അല്ലേ സ്റ്റക്കായി പോകുന്നുണ്ട്.
ഇറ്റ്സ് ഓക്കെ മോനെ, അടുത്ത പാട്ട് മോൻ നന്നായിട്ട് പാടുക. പക്ഷെ മോൻ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. നന്നായി പഠിച്ചു, ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ പ്രകൃതി നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിന് മോൻ എന്തോ ഒരു ചെറിയൊരു കേട്ടോ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം മോൻ ഇത്തിരി കൂടെ നന്നായിട്ട് ഈ തൊണ്ടയൊക്കെ ശ്രദ്ധിച്ച് വരാൻ നോക്കുക കേട്ടോ. നമ്മളെപ്പോഴും തൊണ്ട പോയിരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഓരോ തവണയും അങ്ങനെ പാടില്ലല്ലോ. അതിന് മോൻ പറയുന്നല്ലോ പറഞ്ഞാൽ നമുക്കതൊരു എക്സ്ക്യൂസ് ആക്കണ്ട കേട്ടോ. ഓക്കെ മോനെ, ഗോഡ് ബ്ലെസ് യു. ശരത് സർ, മക്കളെ എന്തോ നിന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മൾ എന്ത് പറയാനാ? മോൻ അസാധ്യ ഒരു പാട്ടുകാരനാണ്. പക്ഷെ നീ പിടിച്ച വഴിക്കൊന്നും നിൽക്കുന്നില്ല. ഒരുമാതിരി തലതെറിച്ച പിള്ളേരെ പോലെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവാ ശബ്ദം. അതിൻ്റെ കൂടെ ഘനമായില്ല എന്ന് പറയുകയും ചെയ്യുന്നു രാഹുൽ. അത് നീ അത് ഈ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാണ് മോനെ അത് പാടിയാൽ പറ്റാത്തത്. അതുകൊണ്ടാണ്. അല്ല, അവൻ ജ്ഞാനസ്ഥനാണ്, ഉഗ്രമായിട്ട് പാടുന്ന ചെക്കനാണ്. അതുകൊണ്ടാണ് ചില ഏരിയയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ മോനെ, പക്ഷെ അത് വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ആഹാന്ന് തോന്നിയ സ്ഥലങ്ങൾ വളരെ കുറവാണ്. മറ്റെല്ലാം മോന് സ്ട്രെയിനും പിന്നെ വെള്ളി പോട്ടെ, അത് കുഴപ്പമില്ല. ആ സ്ട്രെയിൻ കൊണ്ട് മോനെ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പാട്ട് നിൻ്റെ മനസ്സിലുണ്ട്, ആ സംഗതികളൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ പാടി ഫലിപ്പിക്കണ്ടേ. ആ കുഴപ്പമില്ല. വിഷമിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കണ്ട. അത് നമ്മുടെ ആർക്കും വേണേൽ പറ്റാടാ. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് കച്ചേരി, അപ്പോൾ അതുവരെ കച്ചേരിക്കൊന്നും വരണമെന്നൊരു താല്പര്യമൊന്നുമില്ല. കാര്യം ഞാൻ അവിടെ നിന്ന് പാടുന്ന കണ്ട് വിഷമിക്കണമെന്നുള്ളതുകൊണ്ട് വൈഫ് വരാറില്ല. ഇതിന് ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചാൽ എന്താ സന്തോഷം. അപ്പൊ എനിക്ക് അതൊരു എക്സ്ട്രാ ടെൻഷനായി. പുറത്ത് സന്തോഷം ഉണ്ടെങ്കിൽ ഇവളും കൂടെ മുമ്പിൽ വന്നിരുന്നിട്ട് പാട്ട് കൈവിട്ട് പോരുതല്ലോ. അപ്പോൾ സാധാരണ 2-2.5 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഞാൻ 8 മണിക്കൂറൊക്കെ ആക്കി പ്രാക്ടീസ്. ഒരു 1.5-2 ദിവസത്തിൽ എൻ്റെ ശബ്ദം അടഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? ആ സഭക്കാർക്കാണെങ്കിൽ അവരുടെ പ്രധാന പ്രോഗ്രാമാണ് എൻ്റെ. അപ്പം ഞാൻ എങ്ങനെ നമുക്ക് സോറി പറയുന്നതിനല്ല അവിടെ പറഞ്ഞു. അവർ വിചാരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയതാണ്. ഞാൻ പോയി അവിടെ ഇരുന്നു. എൻ്റെ മുമ്പിൽ എൻ്റെ വൈഫ് ഇരിപ്പുണ്ട് ഫ്രണ്ട് റോയിൽ. കാര്യം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ശബ്ദം ഇതാ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എനിക്ക് വയ്യ, തൊണ്ട മുഴുവൻ അടഞ്ഞ്. അപ്പോൾ ആളുകൾ പിൻ ഡ്രോപ്പ് സൈലൻസ്. എൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലായി. ഞാൻ ഈ ഒരു കീർത്തനം പാടി നിർത്തിയിട്ട് ഞാൻ അടുത്ത വട്ടം വന്ന് പാടാന്ന് പറഞ്ഞു. എന്നിട്ട് പാടുന്ന ഇതാണ്. കാറ്റും കോടും മഴയും എല്ലാം കൂടി ഒരു വല്ലാത്തൊരു എനിക്ക് വിഷമം വന്നിട്ട് എനിക്കാകെ എൻ്റെ വൈഫാണെങ്കിൽ മുമ്പ് ഇരുന്ന് കരച്ചിലോട് കരച്ചിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആകെ വിഷമം വരും. ശബ്ദവും ഇല്ല. ഞാനെന്ത് ചെയ്യും? ചരണം പാടി തുടങ്ങി കാരത്തീനാവേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തുറന്നെനിക്ക്. പിന്നെ ഞാനൊരു പാട്ടങ്ങ് പാടിയടാ, വെച്ച് കീറിപ്പാടി. അത്രയും നല്ലതായിട്ട് പിന്നെ പാടിയിട്ടല്ല ഞാൻ. കാരണം എനിക്കൊരു അത്ഭുതം തോന്നി. അതുവരെ ഒരു ശബ്ദം ഒന്നുമില്ലാതിരുന്ന ഒരു വന്നിരിക്കുന്നു. അതാണ് ചിലപ്പോൾ അത് നമ്മളെ തലയെടുത്താടാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അടുത്തത് വെച്ചാലൊക്കെ നീ ബോറായിട്ടല്ല പാടി കേട്ടോ. ആർക്ക് സംഭവിക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ പാടിയത്, പക്ഷെ അത് കൃത്യമായിട്ട് നിനക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സുഖം കിട്ടത്തില്ല. ശബ്ദം ഒരു ഇടർച്ചയൊക്കെ അത് കുഴപ്പമില്ല. പിന്നെ ഘന എന്ന് തന്നെ പറയണം. ഘനശ്യാമ സന്ധ്യാഹൃദയം എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് കേട്ടില്ല? കേക്കണ്ടേ? എന്നാ പോയി കേട്ടോ. ഇപ്പൊ ഒന്ന് കേൾക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ആ ഘന എന്നുള്ളതുണ്ടോ. കാര്യം അത് ദാസേട്ടൻ പാടിയ ലളിതഗാനമാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ. അത് പിന്നെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ടുമാണ്. MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ടാണ്. ഒരു അസാധ്യ കോമ്പസ്. ഞാൻ പല്ലവി പാടിത്തരാം. ഘനശ്യാമ സന്ധ്യ ഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാ ഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ
ഘനശ്യാമ സന്ധ്യ ഹൃദയം. ബ്യൂട്ടിഫുൾ. പണ്ട് ലളിതഗാന വേദികളിലൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള പാട്ട്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് അത് ദാസേട്ടൻ പാടിയേക്കുന്നത്. വസന്തങ്ങൾ ചിന്തുകളും പാടി വനജോത്സ്ന കൈക്കൊമ്പിൾ നീട്ടി. വസന്തങ്ങൾ ചിന്തുകളും പാടി വനജോത്സ്ന കൈക്കൊമ്പിൾ നീട്ടി. രാസകേളിരമണീയം മകരന്ദബിന്ദുവിൽ മയങ്ങി ഘനശ്യാമ സന്ധ്യാഹൃദയം. അസാധ്യ പാട്ടാ. കേൾക്കണം കേട്ടോ മക്കളെ. മക്കളെ ഇത് പറഞ്ഞതേ ഉള്ളു കേട്ടോ. അതേ ഉള്ളു മുത്തേ. ഓക്കേ, Thank താങ്ക് you, യു sir. ശരത്. ചേച്ചി മോനെ എന്തോ സൂപ്പർ ആയിരുന്നടാ. താങ്ക് യു ചേച്ചി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്തരത്തിലൊരു രാഹുൽ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു പാട്ട് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ചങ്കുറ്റാണ്, ഒരു ധൈര്യമാണ്. കാരണം രാജാ സാറിൻ്റെ ഒക്കെ ഇങ്ങനത്തെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പാടാൻ. കേൾക്കുന്ന അത്ര ഈസി അല്ല അത് പാടാൻ. കുറേ നേരം എടുത്തോ അത് പഠിക്കാൻ? ആ ഒത്തിരി ദിവസം എടുത്തോ? അടുത്ത് പാടണമെന്നുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് നന്നായിട്ട്. ശബ്ദം കഷ്ടപ്പെട്ടു. സമ്മതിച്ചില്ല. 1-2 ദിവസം എടുത്തിട്ടാ പഠിച്ചത്. ശബ്ദം സമ്മതിച്ചില്ല. അത് ആ ഒരു വേദന നമുക്ക് മനസ്സിലാവും. ഒരു പാട്ട് പാടാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് എല്ലാം പാടണമെന്നുണ്ട്, പക്ഷെ ശബ്ദം നമ്മളെ സഹായിക്കാണ്ടിരിക്കുമ്പോൾ ആ പാടുന്ന ആൾക്ക് ഭയങ്കര വിഷമാണ് അല്ലേ? നന്നായിരുന്നു മോനെ, നല്ല ഇൻവോൾവ് ചെയ്ത് പാടി. പാട്ട് അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പാട്ടിൻ്റെ ഭാവം ഉൾക്കൊണ്ട് പാടി മോൻ. താങ്ക് യു ചേച്ചി. എനിക്ക് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിത്തരും. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. വയ്യേ ചുമയാ. എനിക്കിപ്പോ അവന്റെ കൂടെ പാടിയപ്പോ എന്റെ DT വെച്ച പോലെ ഉണ്ടായിരുന്നു. ഡ്യുവൽ ട്രാക്ക്. ഒന്നുകൂടെ പാടിയേ. സെയിം ടോണാണ്. ഏകദേശം. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. ഒരു ഫീമെയിൽ ഒരു ടിന്റ് ഉണ്ട് വോയിസില്. മോളെ മോളല്ല മോനെ ഇനി മഞ്ചരി പാടുന്ന പാട്ടിനൊക്കെ ഈ 2 ട്രാക്ക് ചെയ്യും. അപ്പൊ മോനൊന്ന് പോയി സഹായിക്കണം കേട്ടോ. പേയ്മെന്റിന്റെ പാതി തരും. അസലായിരുന്നടാ. എനിക്ക് ഈ വിഷമിച്ച മുഖം കാണുമ്പോ എനിക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം. മക്കളെ നന്നായിട്ട് പാടിയതാ. ഒരു പാട്ട് പാടിത്തരാം. നല്ല തമാശ പാട്ട്. കണ്ണേ കലൈമാനേ കണ്ണിമയിലെന കണ്ടേനുനൈ നാനേ അന്തിപ്പകലുனை நான் பார்க்கிறேன் ஆண்டவனை இதைதான் கேட்கிறேன். ராரிராரோ ஹோராரிரோ ராரிராரோ ஹோராரிரோ கண்ணே கலைமானே கன்னிமயிலென கண்டேனுனை நானே அந்திப்பகலுனை நான் பார்க்கிறேன் ஆண்டவனை இதைதான் கேட்கிறேன். ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ. അവൻ ഉറങ്ങിപ്പോയി. അവനൊക്കെ നാണം വന്നിട്ട് രാജരാജെന്ന് പറഞ്ഞാ നാണോ? എന്താന്ന് വെച്ചേ? നാണം വരുന്നായിരുന്നു. ഒരു ചക്കര കുട്ടി. പഞ്ചാരക്കുട്ടി. പാറുവിന് ഡാൻസ് ചെയ്യുന്നുണ്ടോ? പാറു എനിക്ക് എന്റെ ഒരു ആഗ്രഹമാണ്. ആ പല്ല വിമോനൊന്ന് പാടി കൊടുക്കണേ. അതിന് നിന്റെ ആ പെടല് വെട്ടിക്കുന്നത് അത് ബ്യൂട്ടിഫുൾ. അത് ഞാനിവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അത് ഞാൻ വെറുതെ അത് നീ വെറുതെ കാണിച്ചിട്ടാ ഞങ്ങൾ ഞെട്ടി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഞെട്ടിത്തരിക്കും. Come on. Come on. Come on. പാച്ചു നീ അങ്ങ് മടി പിടിച്ചിരിക്കാടോ. ഒന്ന് ഹെഡ്ഫോൺ വെക്കും. നീ ഒന്ന് വായിച്ചു കൊടുക്കുക. ആ ഘനശ്യാമത്തിന് പെടല് വെട്ടിക്കും.
ആ പുസ്തകത്തോട് അമ്മച്ചി. റെഡി പാറു? ലെറ്റ്സ് സ്റ്റാർട്ട്. 1 2 3 1 2 3 4 1 2 3 1 2 3 4. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നാൽ കൃഷ്ണ വേണു പാടി ഇഷ്ടമെന്നോടേറെ എന്നായി മന്ത്രവേണുവോരേ ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. ഇതാരിത്? പാറു ഈ കുട്ടിക്ക് ഇത്രയും കഴിവുകളുണ്ടായിരുന്നു. സൂപ്പർ സൂപ്പർ. ഒരു രക്ഷയില്ല. സൂപ്പർ പാറു. പെട്ടെന്ന് ചെയ്ത മനോഹരം. അസലായിരുന്നോ? ആണോ? ശരിക്കും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. സത്യമായിട്ടും. പാറു ലവ് യു ടച്ചക്കട. പാറുവിന്റെ ഡാൻസ് കാരണം നിനക്ക് മാർക്കില്ലടാ. മാർക്ക് മുഴുവൻ പാറുവിന്. 800. ഓക്കെ, അപ്പൊ ഇനി മാക്സ് ചോദിക്കാം. ചേച്ചി. തക്കടു, ഓ ഇന്ന് സാങ്കേതിക തടസ്സം ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മോന് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇന്ന് 7.9. സാങ്കേതിക തടസ്സത്തിനുള്ള മാർക്ക് അത്. ഓക്കെ, ശരത് സർ. പറ മോനെ, ഞാൻ എത്ര ആയിരിക്കും? നീ എന്നിൽ നിന്ന് എത്ര പ്രതീക്ഷിക്കുന്നു? 82 എന്ന് പറഞ്ഞു. 8 മതി. മതി. അയ്യോ ശരി, 8.2 മക്കളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. രാഹുലേട്ടാ? 7.9. ഞാനത് ആദ്യം വിചാരിച്ചു വെച്ചത് എങ്ങനെ മനസ്സിലായി? താങ്ക് യു സാർ. നല്ല കാര്യം നിങ്ങളെ അടുത്തിരുത്താതിരുന്നത്. 7.9. ഓക്കെ, സോ ടോട്ടൽ 24. ഓൾ ദി ബെസ്റ്റ് ആർ യു. താങ്ക് യു ചേച്ചി.